നമുക്കിന്ന് ചാലഞ്ച് ചെയ്താലാ? എന്ത് ചാലഞ്ച്? നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടില്ലേ? എന്ത് എന്ത് ചാലഞ്ച്? അതായത് ഞാനിപ്പോ ഒരു അക്ഷരം പറയും, എന്നിട്ട് അമ്മയോട് 5 ചോദ്യങ്ങൾ ചോദിക്കും. ഈ 5 ചോദ്യങ്ങളിലത്ത് ഈ അക്ഷരം വെച്ച് പറയണം. ഇംഗ്ലീഷാ? മലയാളം. നമ്മുടെ മാതൃഭാഷ മലയാളം. അതില് ഉത്തരം പറയണം. പറയാം. റെഡി. ഫസ്റ്റ് ലെറ്റർ ഈ അക്ഷരം ആയിരിക്കണം, അത് ഓർമ്മ വേണം. വേറെ ഒന്നും പറയാൻ പാടില്ല. സിമ്പിള്. പേരെന്താ? അരുന്ധതി. അമ്മീന്റെ ഒറിജിനൽ പേര് അഞ്ഞുണ്ടാന്നല്ലേ? അതൊന്നല്ല, നീ എന്നോട് ഇങ്ങനെ പേരെന്താന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഇഷ്ടമുള്ള പേര് പറഞ്ഞ. വീട് എവിടെയാ? അമേരിക്ക. ഭർത്താവിന്റെ പേരെന്താ? അപ്പുക്കുട്ടൻ. എന്ത് ഫുഡ് കഴിക്കാനാ ഇഷ്ടം? അട. എവിടെ പോകാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അറ്റ്ലാന്റിക്കിൽ. ഓക്കെ, ഇനി എന്നോട് പേര് പറ. ചച്ചു. അയ്യോ, ഞാൻ അറിയാണ്ട് ചോദിച്ചതാ. ഗേൾ ഫ്രണ്ടിന്റെ പേര് അറിയും? ചാന്ദിനി. ഇഷ്ടമുള്ള ഫുഡ്? ചാറുകറികൾ. ചാറുകറികൾ അതൊരു ഭക്ഷണ സാധനമാണല്ലോ, ചാറുകറി എന്നൊക്കെ. എത്ര വർഷമായി? ഇഷ്ടമുള്ള മൃഗം? ചക്ക തിന്നുന്ന അണ്ണൻ. അങ്ങനെയൊന്നും പറഞ്ഞ പറ്റത്തില്ല. ഇഷ്ടമുള്ള മൃഗം ചക്ക തിന്നുന്ന അണ്ണൻ. അതെങ്ങനെ പറയാ? അങ്ങനെ പറയാൻ പാടില്ല. ചച്ചു. ചച്ചു ഒരു മൃഗമാണ്. ഇല്ല, അത് പറ്റത്തില്ല. തോറ്റോ? ചാള. മൃഗങ്ങളുടെ ചച്ചു തോറ്റെന്നറിയ. തോറ്റെന്താ? അമ്മയാതാ. അമ്മയാതാണോ? ചെന്നായ. ഓ, ഞാൻ അടുത്ത അമ്മിക്ക. വേറെ പേരെന്താ? പരമശിവൻ. ചോദിക്കാം. വീട്ടിൽ എത്ര പേരുണ്ട്? 5. കൊറേ ചോദിക്കും, ഞാൻ കൊറേ പറയാം. ഏറ്റവും പേടിയുള്ളത് എന്തിനാ? പാമ്പ്. ഭയങ്കര ഒറിജിനലായിട്ട്. ഏറ്റവും പേടിയില്ലാത്ത എന്തിനാ? എനിക്ക് ഏറ്റവും പേടി പാമ്പല്ല കേട്ടാ. എനിക്ക് ഏറ്റവും പേടി പാമ്പിനെ പേടിയാണ്, ഭയങ്കര പേടിയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും പേടി പഴുതാര. ആ സാധനത്തിന് എനിക്ക് കണ്ണിക്കണ്ടോട് ഭയങ്കര പേടി. അതെന്റെ അടുത്ത് വരുകയും ചെയ്യും. അതുമല്ല, അമ്മ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുമായിരിക്കും, പെട്ടെന്ന് പഴുതാര അങ്ങനെ എനിക്ക് ഭയങ്കര പേടിയാ. പണ്ട് നിന്നെ ചെറുപ്പത്തിലേ നിന്റെ പ്രൈവറ്റ് പാട്ടിന്റെ കുഞ്ഞായിരുന്നപ്പോ അതറിയാവാ. ആ കഥ അറിയാവാ? ആ കഥ പറഞ്ഞുതരാം. മത്സരം കഴിഞ്ഞ് കഥയായേ ആ കഥ. പണ്ട് നിനക്ക് എനിക്ക് 1.5 വയസ്സെങ്ങാണ്ടുണ്ടോ. അന്ന് ഞങ്ങൾ ആലപ്പുഴയിൽ പോയി. ആലപ്പുഴയിൽ പോയപ്പോ അന്ന് അവിടെ ഇങ്ങനെ ഞാനും ആദിമോളും അമ്മും നീയും കൂടെ ഇങ്ങനെ ഒരു പാ വിരിച്ചിട്ട് ഇങ്ങനെ നിലത്തിങ്ങനെ കിടന്നു രാത്രി. അപ്പൊ അന്ന് ബീച്ചേട്ടൻ വീട്ടില്ല, എടാ എറണാകുളത്ത്. അപ്പൊ ബീച്ചേട്ടൻ ഒന്ന് കടയിൽ കടിച്ചിട്ട് വന്നിട്ട് രാത്രി ഫോൺ വിളിക്കും.
അപ്പം നീ ഉറങ്ങിയോ അങ്ങനെ നിന്റെ കാര്യമൊക്കെ ചോദിപ്പിച്ചാൽ ഇഷ്ടമില്ലല്ലോ അങ്ങോട്ട് പോണത്. നമുക്കിങ്ങനെ അപ്പം തന്നെ തിരിച്ചു കൊണ്ടുവരുമല്ലോ. അപ്പം ബീച്ചാൻ ഇങ്ങനെ ഫോൺ വിളിച്ച് കുഞ്ഞല്ലേ. അപ്പം ബീച്ചാട്ടിന് ഞാൻ നിന്നെ ഫോൺ വിളിച്ച സമയത്തുണ്ടല്ലോ ഞാനിങ്ങനെ ഫോണിൽ സംസാരിച്ചപ്പോൾ നീ എന്ന് പറഞ്ഞ് ഒന്ന് കരഞ്ഞ്. അപ്പം ഞാൻ പാവോ അപ്പം നീ കുറച്ച് എന്ന് പറഞ്ഞ് രണ്ടാമത് പിന്നെ ഇളകി കരഞ്ഞ്. അപ്പം ഞാൻ അപ്പം വിചാരിച്ചു എന്താണ് കൊച്ചിങ്ങനെ കരയണേന്ന് ചോദിച്ച്. അപ്പം ഞാൻ എന്താണെന്ന് അറിയത്തില്ല ചോദിച്ചാൽ അവന് ഭയങ്കര ഉറങ്ങണില്ല, ഭയങ്കര ഇങ്ങനെയല്ല. അത് കഴിഞ്ഞപ്പോൾ നീ ഭയങ്കര കരച്ചില്ല. അപ്പോൾ ഞെട്ടിക്കരഞ്ഞ് നീ ഇങ്ങനെ. ആദ്യമോളുടെ മുടി ചുരുണ്ട മുടിയാണ്, സത്യസായിബാബയുടെ പോലത്തെ മുടിയായിരുന്നു. ഇപ്പോൾ അവൾ സ്ട്രൈറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി ഇട്ടേക്കണല്ലേ, അന്ന് ചുരുണ്ട മുടിയാണ്. അപ്പം എൻ്റെയും ആദ്യയുടെയും നടുക്കാണ് നീ കിടക്കണത്. അപ്പം പെട്ടെന്ന് നിന്നെ ഇങ്ങനെ പൊക്കിയപ്പോഴത്തേക്കല്ലേ നിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു അപ്പം നിന്നെ ഇങ്ങനെ പൊക്കിച്ചെന്ന് പഴുതാരം ഓടിയില്ല ആദ്യയുടെ മുടിയൊക്കെ ആദ്യയുടെ ചുരുണ്ട മുടിയല്ല മുടിയെന്നൊക്കെ തട്ടിയിട്ട് വലിയ പഴുതാരനെ തല്ലിക്കൊന്നു. അപ്പം നീ ഭയങ്കര കരച്ചു. അപ്പം നിൻ്റെ ഈ കാലിൻ്റെ തൊട ഭാഗമില്ലേ ആ ഭാഗത്തേട്ട് പഴുതാര അച്ചാരം പിച്ചാലും നിന്നെ കുത്തി ശരിയാക്കി. ഭയങ്കര അതിന് ഭയങ്കര കരച്ചിലായിട്ട് അന്നും ഞാനും ഭയങ്കര കരച്ചിലായി. അങ്ങനെ അച്ചായനും ചേച്ചിയും കൂടെ നിന്നെ അച്ചായനും മായ്മയും കൂടെ നിന്നെ അവിടെ ഇപ്പോഴത്തെ അമ്മാമ്മയൊക്കെ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് കോലാഞ്ഞി എന്നും പറഞ്ഞാൽ വേണ്ട ഒരു ചെറിയ കോലാഞ്ഞി എന്നൊക്കെ പറയത്തില്ല, ചെറിയ ഈ വിഷത്തിൻ്റെയൊക്കെ ചികിത്സിക്കുന്ന സ്ഥലമാണ്. അവിടെ കൊണ്ടുപോയി അച്ഛനും മായ്മയും കൂടെ നിന്നെ. അതിൻ്റെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ അവിടെ നിന്ന് കാറ് വിളിച്ച രാത്രി അവിടെ വന്നപ്പോൾ എന്നെ കാണുമ്പോൾ അച്ഛൻ്റെ മുമ്പനെയുണ്ട് സൂക്ഷിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചീത്ത വച്ചിലിരിക്കും. പക്ഷെ നിൻ്റെ കാലിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ നീല കളറായി നീരൊക്കെ വെച്ച് അങ്ങനെ 2-3 ദിവസം നിനക്ക് അതിന് ഭയങ്കര വേദനയാണ്. അച്ഛൻ അപ്പം തന്നെ കാറിൽ കയറി തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. തൃപ്തിയില്ല, ചീത്ത പറയുകയും ചെയ്തു. അതിൽ പിന്നെ ഞാൻ എന്ത് തുണിയൊക്കെ എടുത്താലും ഇങ്ങനെ 10 പ്രാവശ്യം കൊടഞ്ഞ് നല്ല ഇതാ നോക്കിയിട്ട് ഈ പഴുതാര വേറെ ഉണ്ട്. ഈ പഴുതാര നിൻ്റെ മേത്ത് പിന്നെയും കയറിയിട്ടുണ്ട്. അത് നീ കുഞ്ഞായിരുന്നപ്പോൾ ഇതേപോലെ എൻ്റെ ശ്രദ്ധക്കുറവായിരിക്കാം, എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. അല്ലടാ എനിക്കറിയത്തില്ല അതെന്താ. അത് ഒരു കാര്യമുണ്ടേ, ഈ ആലപ്പുഴ വെച്ചാൽ അത് അവിടെ മണ്ണല്ലേ, മണ്ണിൽ ഈ സാധനം ഉണ്ടാവുമെന്ന് തോന്നണം. പക്ഷെ നിൻ്റെ ഇവിടെ ഈ പോർഷനിൽ ഒരു പഴുതാര വന്നിരുന്നടാ നിന്നെ പൊതിപ്പിച്ചപ്പ. എന്നിട്ട് അതിനെ ഞാൻ ഇങ്ങനെ തട്ടിക്കളഞ്ഞ നോക്കണത് പാമ്പ് വന്ന അവനെ കിടന്ന് കാര്യട്ടാ. ഭയങ്കര പേടിയാണ് പഴുതാരം എന്തിലേക്ക് പുഴുവിനെയും പേടിയാ. നീ കണ്ടില്ലേ നമ്മുടെ വീട്ടിൽ ഇപ്പം മഴയത്ത് വന്ന കുഞ്ഞു അട്ട അതെന്താന്നറിയാം അവിടെ ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ആ സൗണ്ട് വരുന്നത്. മനസ്സിലായി? ഓടി രക്ഷപ്പെടുന്ന നീയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഒരു സാധനം കണ്ട ചാടി എണീറ്റ് അങ്ങോട്ട് മാറും. എനിക്ക് മാറാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് പക്ഷെ ഭയങ്കര പേടിയാ, ഭയങ്കര പേടിയാ. അതാണ് പഴുതാരയും ഞാനും തമ്മിലുള്ളൊരു കണക്ഷൻ. ഭയങ്കര പേടി. ഇനി പറഞ്ഞോണ്ട് എങ്ങനെ ഇത് വരുവാ ദൈവമേ, എനിക്ക് പേടിയാണേ. ചൊറിയമ്പുഴുവിനെ ഏറ്റവും പേടിയുള്ള നമ്മുടെ വീട്ടിൽ ആർക്കാരെന്നറിയാവാ? ആൻസി അമ്മച്ചിക്ക്. ആൻസി അമ്മച്ചി ചൊറിയമ്പുഴുവിനെ കണ്ടു കഴിയുമ്പോ ആൻസി അമ്മച്ചിയുടെ ഒരു ഓട്ടമുണ്ട്. ഈ നൈറ്റിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ നൈറ്റിയൊക്കെ പൊക്കി പിടിച്ചിട്ട് ആൻസി അമ്മച്ചി ഒരു ഓട്ടം. അഴയെ കിടന്നിരുന്ന ബനിയൻ എടുത്തിട്ട് നോക്കാണ്ടെടുത്ത് നമുക്ക് ഓർമ്മയുണ്ടാവും കൊറോണന്റെ ഒക്കെ സമയത്ത് ആദ്യമോളൊക്കെ ഉണ്ടായിരുന്ന മറ്റേ വീടില്ലേ, മറ്റേ ആ കമാൻഡർ അങ്കിളിന്റെ ഒക്കെ ആ വീട്ടിൽ വെച്ചാൽ കണ്ടുവരുന്നത്. ഇങ്ങനെ എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ എന്തോ കടിച്ചോ ചൊറിച്ചില് കുറച്ച് ഭയങ്കര വേദന. ഈ സാധനം ഇവിടെ അള്ളിപ്പിടിച്ച് കടിച്ചിരിക്കുന്നത്. ആ അമ്മയ്ക്ക് നിങ്ങളൊക്കെ എണ്ണ ഇട്ട് തന്നേടാ, എന്നിട്ട് എണ്ണ ഇട്ട് ഇങ്ങനത്തെ കാര്യം പറയണത്. അമ്മ പഴുതാനിന്റെ വേറെന്തെങ്കിലും ചോദിക്കുക, എനിക്ക് പേടിയാ ഇതൊക്കെ കേൾക്കാൻ. ഭയങ്കര പേടിയാണ്. അത് ഓർമ്മ കടയിലിട്ടങ്ങടേ വന്നത്. വേണ്ട വേറെ കാര്യം പിന്നെ വീഡിയോ കളിക്ക് ചോദിക്കട്ടാ. 3 വാക്കം കണ്ടു ആയിട്ടുണ്ട്. എവിടെ കിടന്നുറങ്ങാൻ ഇഷ്ടം? പായിൽ. നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ? അസുഖം ഉണ്ടെങ്കിൽ അസുഖത്തിന് പേര് പനി. എനിക്ക് എന്നാണ്
ഓക്കെ. ഏറ്റവും കാണാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം എന്താ? പെട്ടെന്ന് പറയടാ, പെട്ടെന്ന് കാണാൻ ഇഷ്ടമുള്ള സ്ഥലം. കാണാൻ ഇഷ്ടമുള്ളത് ജപ്പാൻ. കാണാൻ ഇഷ്ടമുള്ളത് ജപ്പാൻ. അങ്ങനെ പറയാവോ? പറ്റിക്കണേ, ഗെയിമിന്റെ ഇതറിയാത്ത. അങ്ങനെയാണ് കാഴ്ച തുടങ്ങണമെന്നേ ഉള്ളൂ. അയ്യടാ, ക്രൊയേഷ്യ. തെറ്റിച്ചിട്ടല്ലേ പിന്നെ തോറ്റ്. ഓക്കെ, പിന്നെ ഇന്ത്യ. ഓക്കെ, സമയത്തിന്റെ ചെറിയ ഇതുള്ള കണ്ടാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇടുന്നത്. പ്രിപ്പറേഷൻ ഇല്ലാണ്ടൊക്കെ ഇടുന്നത്. ഞങ്ങളുടെ മനസ്സിൽ കുറെ നല്ല നല്ല ഗെയിമൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വന്നിരിക്കും. അപ്പൊ നിങ്ങള് ലൈക്കും ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, കമന്റ് എന്തായാലും ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കമന്റ് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ ഇമ്പോസിഷൻ. ഓക്കെ, അപ്പൊ എല്ലാവരും ഞങ്ങളെ കമന്റ് ചെയ്യണം. ഞങ്ങൾക്ക് കമന്റ് വായിക്കാനാണ് ഇഷ്ടം, അതാണ് ഞങ്ങളുടെ ഹാപ്പിനെസ്. പിന്നെ ഞങ്ങൾ ഒരു ദിവസം ലൈവ് വരും. ഇതൊരു യൂട്യൂബിൽ ലൈവ് വന്നിട്ടില്ല, നമുക്കൊരു ദിവസം ലൈവ് പോവാം. സൺഡേ ഇവന് ഇനി സൺഡേയും ഇല്ല. ഇവൻ സൺഡേ ഇനി ആലുവയിൽ അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെയാണ്, കുറേ പ്രോഗ്രാം. ഈ സൺഡേ എന്തൊക്കെ പ്രോഗ്രാമിൽ നീ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്? ഈ സൺഡേ ഞാൻ കുറെ പ്രോഗ്രാം പറഞ്ഞ്, അപ്പൊ സാറ് പറഞ്ഞ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ചേർന്നാ മതി. ഏതിനൊക്കെ ചേർന്ന? ഞാൻ ക്വിസിന്. എന്താ സബ്ജക്ട്? എന്താ? ലൂണാർ ഡേ, ചാന്ദ്രദിനം. ചന്ദ്രനിൽ ആദ്യമായിട്ട് മനുഷ്യകാര്യത്തിന്റെ ആയുധമൊക്കെ നടത്തുന്ന ദിനമാണ്. പിന്നെ ചാന്ദ്രദിനം, ക്വിസ്, പിന്നെ സോഷ്യൽ സയൻസിന്റെ ഒരു സെമിനാർ പോലത്തെ. പ്രിപ്പയർ ചെയ്തോ അതിനൊക്കെ? ഓൾറെഡി ഞാൻ പ്രിപ്പയർഡ് ആണ്. സബ്ജക്ട് ഏതാന്ന് ചോദിക്കും. സബ്ജക്ട് ഏതാ? ലോകമഹായുദ്ധം. അപ്പൊ നന്നായിട്ട് പറയുക. എന്നാലും ഞങ്ങൾ സമയമുള്ള പോലെയൊക്കെ വരും. നമുക്ക് കുഞ്ഞു വിശേഷങ്ങളല്ലേ ഉള്ളു, വലിയ വലിയ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പം തന്നെ ഷോപ്പിൽ ഇരുന്നാണ് ഇത് പറയണത്. അതുകൊണ്ട് തന്നെ വണ്ടീൻ്റെ ശബ്ദമൊക്കെ നന്നായിട്ടുണ്ടാകും. സഹകരിക്കുക, ക്ഷമിക്കുക. ബൈ. 2 വട്ടത്തികൾ, വട്ടനും